ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ്. അപ്പോൾ നമുക്ക് ഇന്നലെ രാത്രി വന്നൊരു പ്രൊമോ ഉണ്ടായിരുന്നു. അനീഷ് അനുമോളോട് ചോദിക്കുന്നൊരു പ്രൊമോ, അതായത് പ്രൊപ്പോസ് പോലെ ചെയ്യുന്ന ഒരു പ്രൊമോ ആയിരുന്നു നമുക്ക് കണ്ടിരുന്നത്. അപ്പം ഇന്ന് രാവിലെ അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അനുമോൾ പുറത്തെ സ്വിങ്ങിലിരുന്ന് ആടിക്കൊണ്ടിരിക്കുമ്പം അനീഷ് അവിടെ വന്നിരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു. അതിന് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രൊമോയിൽ കണ്ട പോലെ അനുമോളോട് ചോദിക്കുന്നത് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ലാസ്റ്റ് ചോദിക്കുന്നു നമുക്കെന്നാൽ വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആദ്യം അനുമോൾ വിചാരിച്ചതൊരു പ്രാങ്കാണ്, അയ്യോ എന്നൊക്കെ വെച്ചു. പക്ഷേ പ്രാങ്കാണെന്നാണ് കരുതിയത്. പിന്നെ ചോദിക്കുന്നുണ്ട് തമാശയ്ക്ക് പറഞ്ഞാണോ ചേട്ടാ എന്നെ വെറുതെ പറ്റിക്കരുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പറയുമോ എന്നെ വിവാഹം കഴിക്കാമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അപ്പം അനുമോൾക്ക് മനസ്സിലായി ഇതെന്തോ ഒരു കാര്യമുള്ള കാര്യമാണ്. അപ്പോൾ അനുമോൾ പറഞ്ഞു എനിക്ക് ഓൾറെഡി ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, പൊട്ടി പാളീസായപ്പോഴത്തേക്കും എനിക്ക് വേറൊന്നും കല്യാണമേ വേണ്ടെന്ന് ഞാൻ വെച്ചാണ്. പിന്നെ എൻ്റെ പേരൻസിന് വേണ്ടിയിട്ട് 2 വർഷത്തിനുള്ളിൽ കല്യാണം കഴിക്കാം, അതും ഗുരുവായൂർ പോയി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് കല്യാണം കഴിക്കാം, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും അനീഷ് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു ഒറ്റപ്പോക്ക് നോക്കിയോ, ആരോടും ഒന്നും എഴുന്നേക്കുവാണെന്നോ അല്ലെങ്കിൽ മുഖത്തോക്കോ ഒന്നും ചെയ്തില്ല, പെട്ടെന്ന് എഴുന്നേറ്റ് പോയി. കാരണം അനുമോൾ പറയുന്നത് നോ ആണ് എന്ന് അനീഷിന് മനസ്സിലായി, പറയാതെ പറഞ്ഞു നോന്ന്. അങ്ങനെ എനിക്ക് എന്താണ് ഇവിടെ തോന്നിയത് എന്ന് വെച്ചാൽ ഇനി 9 ദിവസം കൂടെ ഉള്ളൂ ഈ ബിഗ് ബോസ് കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അനീഷ് ഇത്രയും 10-72 വർഷം നാല് ക്യാമറയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ നടത്തണമെങ്കിൽ അത് ആളുടെ ഗെയിമാണോ എന്നൊരു ചെറിയൊരു ചിന്ത. ഗെയിമാണ് എങ്കിൽ അതൊരു മോശം ഗെയിമായി എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് അനീഷിന് ഓൾറെഡി അറിയാം അനുമോളാണ് അനീഷിൻ്റെ എതിരാളിയെന്ന്. കാരണം അനീഷിന് എവിടെ നിന്നൊക്കെയോ സൂചനയും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്, അനുമോൾക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട്, നല്ല വോട്ടുണ്ടെന്നൊക്കെ. അതുകൊണ്ടാണ് എല്ലാവരും എതിർക്കുമ്പോഴും അനീഷ് അനുമോൾക്കൊരു ഫേവറിസം പോലെ നിൽക്കുന്നത്, സപ്പോർട്ടാക്കി നിൽക്കുന്നത്. ഈ 2-3 ദിവസമായിട്ട് ആദില നൂറുമായിട്ട് മിണ്ടാത്തത് കാരണം അനുമോൾ എപ്പോഴും ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അപ്പോഴൊക്കെ അനീഷ് വന്ന് സമാധാനിപ്പിക്കുകയും പറയുകയൊക്കെ മിണ്ടുകയൊക്കെ ചെയ്തു. പക്ഷെ അതിൽ നിന്നും അനീഷിനൊരു ഉള്ളിലൊരു ഇഷ്ടം വന്നോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ ഒരു എന്ന് വെച്ചാൽ ഈ 5 വർഷം പഠിച്ച് വന്ന ആൾ, ബിഗ് ബോസൊക്കെ വന്ന് പഠിച്ച് വന്ന ആൾക്ക് ഇങ്ങനൊരു ക്യാമറയുടെ മുന്നിൽ, അതും വെറും 9 ദിവസം പിന്നീട് നിൽക്കുമ്പോഴുള്ള ക്യാമറയുടെ മുമ്പിൽ വന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പോഴും അനുമോൾ പറയുന്നുണ്ട് പുള്ളിക്കാരന് പുറത്തിറങ്ങി പറയാം. പിന്നെ അനുമോൾ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനുമോൾ ഇത് നേരെ ചെന്ന് ആദിലയോടും പറയുന്നു, നൂറയോടും. ആദ്യം ആദിലയോട് പറയുന്നു, പിന്നെ നൂറയോട് പറയുന്നു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ ഇത് അനുമോൾ അറിഞ്ഞു. കാരണം അനീഷ് ഇത് അനുമോളോട് പറഞ്ഞതിന് ശേഷം അനുമോൾ ഇത് ആരോടും പറയരുതായിരുന്നു. ഇതിപ്പോൾ അനീഷ് അനുമോളെ ക്യാമറയ്ക്ക് മുന്നിൽ ഇട്ട് കൊടുക്കുകയും ചെയ്തു, അനുമോൾ അനീഷിനെ ക്യാമറയ്ക്ക് മുന്നിൽ ഇട്ട് കൊടുത്തു. കാരണം കുറേ നേരം അരമണിക്കൂർ വരെ 3/4 മണിക്കൂറായിട്ട് ഇത് തന്നെയാണ് ലൈവിൽ, വേറെ എവിടെയും കാണിക്കാതെ ബിഗ് ബോസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോൾ ആദിലയും നൂറയും സംസാരിക്കുന്നത്. അപ്പം ഇവിടെ എന്താണ് പുറത്ത് സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പോൾ പുറത്ത് സംഭവിക്കാൻ പോകുന്നത് അനീഷിൻ്റെ PR ഡീഗ്രേഡ് ചെയ്യും, അനീഷിൻ്റെ PR അനുമോളിനെ ഡീഗ്രേഡ് ചെയ്യും. ഇതാണ് സംഭവം നടക്കാൻ പോകുന്നത്. ഇപ്പോൾ പലപ്പോഴും കോമൻസ് വന്ന് കഴിഞ്ഞു, പാവം അനീഷിൻ്റെ മനസ്സ്, പച്ചയായ മനുഷ്യൻ്റെ മനസ്സ് തളർത്തിക്കളഞ്ഞു കുലസ്ത്രീ എന്നൊക്കെ അനുമോൾക്ക് പറയുന്നുണ്ട്. പക്ഷേ വേറെ കാര്യം വെച്ചാൽ അനുമോളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ഒരാൾ വന്ന് എന്താ പറയുക, എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഉടനെ എഴുത്തടിച്ച പോലെ എസ് പറയണോ? അല്ല, എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക. ബിക്കോസ് ഒന്നാമത് റിലീജിയൻ ഡിഫറെൻ്റ് ആണ്. പ്രത്യേകിച്ച് അവൾ എടുത്തു പറഞ്ഞു ഞാൻ ക്ഷേത്രത്തിൽ പോയി കല്യാണം കഴിക്കുന്നതിൻ്റെ കാര്യം അവൾ പറയുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഷാനവാസ് അനുമോളോട് പറയുന്നുണ്ട് എനിക്ക് അനുമോളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. അനുമോൾ അങ്ങ് പേടിച്ചു പോയി, ഇനി ഈ കാര്യമാണോ എന്ന് വെച്ചാൽ അതല്ല. രാവിലെ തന്നെ ഷാനവാസ് ആദിലോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിവിടെ നിർത്തിയിട്ട് പോവുക, എന്നിട്ട് ബാക്കി സംസാരിക്കുക. അപ്പോൾ അത് തന്നെ സംസാരിക്കാൻ വേണ്ടി ആവണം ഷാനവാസ് അനുമോളോട് സംസാരിക്കണമെന്ന് പറഞ്ഞതാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. കാരണം അനീഷ് ഷാനവാസിനോടൊന്നും പറഞ്ഞിട്ടില്ല ഇതിനെ പറ്റിയിട്ട്. അപ്പം ഇതിപ്പം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ 2 PRകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരിക്കും. ആരെ വെളുപ്പിക്കണം ആരെ വെളുപ്പിക്കേണ്ട എന്നുള്ളതിൻ്റെ അടിയായിരിക്കും. 2 പേരും വെളുപ്പിക്കും. ഞാൻ വിചാരിച്ചത് അനീഷ് ചുമ്മാ ഒരു തമാശയ്ക്ക് പോലെയാണ് ഇതെല്ലാം ചെയ്തതെന്നാണ്. പക്ഷേ അതിനുശേഷം അനീഷ് ആരോടും മിണ്ടുന്നില്ല, മുഖം വീർപ്പിച്ച് ഇങ്ങനെ നിൽക്കും. ആദിലയ്ക്ക് ഇത് അറിയുന്നതിന് മുന്നേ, അനുമോൾ ആദിലോട് പറയുന്നതിന് മുന്നേ ആദില ചോദിക്കുന്നുണ്ട് ഇതെന്നെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നത്, എന്തോ സവോള എന്തോ അരിയാണ്, എന്താ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആരോടും നോക്കുന്നുമില്ല, മിണ്ടുന്നുമില്ല, മുഖം വീർപ്പിച്ചിരുന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അനീഷ് അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അനീഷിൻ്റെ അത് ഗെയിം ആകാം, ചിലപ്പോൾ സ്ട്രാറ്റജി ആകാം, ചിലപ്പം പേർലി ശ്രീനിഷിനെയൊക്കെ പോലെ അങ്ങനെ ആകാനായിരിക്കും ചാൻസ് കൂടുതൽ. അറിയത്തില്ല. സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ഫോർ മോർ